moving on to the next important writer that deals with post-colonialism, Homi K. Bhabha. Homi K. Bhabha, he was born on November 1, 1949, and he is an Indian English scholar and critical theorist. Okay, he was an Indian English scholar and a critical theorist, and he is one of the important figures in contemporary post-colonial studies. Okay, developed a number of fields, neologisms and key concepts such as hybridity, mimicry, difference and ambivalence, etc. So ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ആര് നമ്മളുടെ ഹോമി കെ ബാബ എന്നുള്ള റൈറ്റർ. ആൻഡ് he also wrote many things, and he also was important for his major contribution to post-colonial studies as well. And now Homi K. Bhabha used Lacanian psychoanalytic principle, and his theories concentrate on fissures, gaps and disturbances that exist within colonial texts. Okay, so he used Lacanian psychoanalytic principle. Lacanian psychoanalytic principle. Okay, and he also discussed theories concepts. So what do you mean by Lacanian psychoanalysis? It is a theory and practice of therapeutic treatment that then also provides coordinates for thinking about the relationship between subjectivity and language. As with other varieties of psychoanalysis, Lacanians take very seriously the unconscious as defining the points of the work. Okay, so ഈ ലാൻകാനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജും സൈക്കോ അനലിറ്റിക്കും തമ്മിൽ അനലിറ്റിക്സ്, അതായത് ലാംഗ്വേജും അതേപോലെ തന്നെ what to say, letter in the unconscious, what do you mean by, അല്ലെങ്കിൽ the unconscious is structured like a language. അപ്പോൾ ഒരു നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡ് അതിൻ്റെ ഒരു സ്ട്രക്ചറിങ് എന്താ പറയുക ലാംഗ്വേജ് പോലെയാണെന്നാണ് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഒരു കൊളോണൈസറും ആണെങ്കിൽ, സോ ഒബ്വിയസ്ലി കൊളോണൈസറിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ കൊളോണൈസ്ഡിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അവരുടെ ലാംഗ്വേജും അവരുടെ കൾച്ചറിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ആ ഒരു തിയറിയാണ് ലാൻകാനിയൻ സൈക്കോ അനലിറ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ഹിസ് തിയറീസ് കോൺസെൻട്രേറ്റ് ഓൺ ഫിഷേഴ്സ്, ഗ്യാപ്സ് ആൻഡ് ഡിസ്റ്റർബൻസസ് ദാറ്റ് എക്സിസ്റ്റ് വിത്തിൻ കൊളോണിയൽ ടെക്സ്റ്റ്. അപ്പോൾ ഒരു കൊളോണിയൽ ടെക്സ്റ്റ്, അതായത് ഇപ്പോൾ ഒരു കൊളോണിയൽ പീരിയഡിലുള്ള ഒരാൾ എഴുതിയ ഒരു കൊളോണിയൽ ടെക്സ്റ്റ് ആണെങ്കിൽ കുഡ് സീ മെനി തിങ്സ് ഇൻ ദാറ്റ്. അപ്പോൾ നമ്മളുടെ ഗ്യാപ്സും ഫിഷേഴ്സും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിഷേഴ്സ് ഇസ് സ്മോൾ വൂൺസ്, അല്ലെങ്കിൽ ആ ഗ്യാപ്സിനെ തന്നെയാണ് ഫിഷേഴ്സ് എന്നും പറയുന്നത്. സോ ഈ ഫിഷേഴ്സും ഗ്യാപ്സും എന്ന് പറയുന്നത് മേ ബി ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് കൾച്ചറൽ differences and in the case of identity crisis and all, and also disturbances that exist within colonial texts. ഇപ്പോൾ ഒരാളൊരു കഥ എഴുതുകയാണെങ്കിൽ ആ കഥയിൽ ഒരുപാട് കൊളോണിയലിസംസും കാര്യങ്ങളും അയാൾ അതിൽ പ്രതിപാദിപ്പിക്കുന്നുണ്ടാവാം. ചിലപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ആൻ ഫ്രാങ്കിൻ്റെ സ്റ്റോറീസൊക്കെ എടുക്കുകയാണെങ്കിൽ കുഡ് സീ ദാറ്റ് ഷീ വാസ് സഫറിങ് ബിറ്റർലി ഫ്രം നാസീസ്. സോ ആ ഒരു കാര്യങ്ങൾ അതിൽ അയാളുടെ റൈറ്റിങ്സിലുണ്ടാവും. സോ ഇറ്റ് വിൽ ഡിസ്റ്റർബ്സ് അത്, all that things she suffers comes under disturbances. So ഇത് തന്നെയാണ് എന്തിലും വരുന്നത്, ഈ ഒരു ഹോമി കെ ബാബേൻ്റെ റൈറ്റിങ്സിലും വരുന്നത്. ഓക്കെ, ഇൻ ദ ലൊക്കേഷൻ ഓഫ് കൾച്ചർ 1994 he formulates mimicry, ആംബിവാലൻസ് ആൻഡ് ഹൈബ്രിഡിറ്റി. ഓക്കെ, ഈ ഒരു ആംബിവാലൻസ്, മിമിക്രി, യു മീൻ മിമിക്രി ഇൻ ദ സെൻസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പം ഒരു കൊളോണൈസർ വന്നിട്ട് നമ്മളെ കോളനി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ, അതായത് അവിടെയുള്ള മനുഷ്യന്മാർ അവരുടെ കൾച്ചർ മിമിക് ചെയ്യാൻ തുടങ്ങും. ഇപ്പം ഒരു വെസ്റ്റേൺ കൾച്ചർ ആണെങ്കിൽ അവർ ഒബ്വിയസ്ലി അതെന്ത് ചെയ്യും, അത് മിമിക് ചെയ്യാൻ ശ്രമിക്കും. സോ അതിനെയാണ് മിമിക്രി എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ആംബിവാലൻസ് ആൻഡ് ഹൈബ്രിഡിറ്റി. ആംബിവാലൻസ് എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ് ഓഫ് ഹാവിങ് മിക്സഡ് ഫീലിങ്സ് ഓർ കോൺട്രാഡിക്ടറി ഐഡിയാസ് അബൌട്ട് സംതിങ് ഓർ സംവൺ. അപ്പോൾ ആംബിവാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിക്സഡ് ഫീലിംഗ്, ഇപ്പം ചിലപ്പോൾ അത് നല്ലതാണ്, ചില കേസസിൽ ഇപ്പം ഇൻ ദ കേസ് ഓഫ് ഇന്ത്യൻസ് ഇറ്റ്സെൽഫ് വി കുഡ് സീ ദാറ്റ് വി ഹാവ് ഗോട്ട് മെനി ബ്ലെസ്സിങ്സ് ഫ്രം Britishers, and at the same time we have many bad things that we have suffered during that time. Okay, so blessings in the sense നമ്മൾ കുറച്ചുകൂടെ എന്താ വെസ്റ്റേൺ കൾച്ചറിലേക്ക് എക്സ്പോസ്ഡ് ആയി. അതുപോലെ
നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് ഇറ്റ് ബിക്കെയിം വൺ ഓഫ് ദ ലാംഗ്വേജ് ദാറ്റ് കോമൺലി യൂസ്ഡ് ഇൻ ഇന്ത്യ അലോങ് വിത്ത് ഹിന്ദി. നാഷണൽ ലാംഗ്വേജിൻ്റെ അടുത്ത് കൂടെ ഒപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷും എന്ത് ചെയ്യാൻ തുടങ്ങി, യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഓൺലി ആഫ്റ്റർ ദ അറൈവൽ ഓഫ് ബ്രിട്ടീഷേഴ്സ് വി സ്റ്റാർട്ടഡ് യൂസിങ് ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ആ ഒരു ബ്ലെസ്സിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ആൻഡ് അഗെയിൻ ദ കൺസ്ട്രക്ഷൻ വൈസ്, അതുപോലെ വി വർ exposed to how to use the herbs and all those things. നമ്മളിവിടെ ഒരുപാട് പല വിജ്ഞാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ എന്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്, ബ്രിട്ടീഷേഴ്സിൻ്റെ അറൈവൽ വന്നു. അപ്പോൾ സോ ആംബിവാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സഡ് ഫീലിംഗ്. അപ്പം കുറച്ച് ആൾക്കാരുടെയെങ്കിലും ഉള്ളിൽ ആ മിക്സഡ് ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് കൊളോണിയലിസം ചിലർക്ക് നല്ലതായിരിക്കാം, ബട്ട് ഇൻ ദ കേസ് ഓഫ് സം അതേഴ്സ് ഇറ്റ് വിൽ ബി വെരി ബാഡ്. ഓക്കെ, സോ അതാണ് ആംബിവാലൻസ്. ആൻഡ് ഹൈബ്രിഡിറ്റി മീൻസ് സിംപ്ലി മിക്സ്ചർ. ഒരു ഹൈബ്രിഡ് കൾച്ചർ എന്നൊക്കെ പറയില്ലേ, നമ്മളുടെ ഇന്ത്യൻ കൾച്ചർ പ്ലസ് ബ്രിട്ടീഷേഴ്സിൻ്റെ കൾച്ചറും കൂടെ കൂടുമ്പോൾ ഒരു ഹൈബ്രിഡ് കൾച്ചർ ക്രിയേറ്റഡ് ആവും. സോ അത് തന്നെയാണ് ഹൈബ്രിഡിറ്റി. സോ ആളുടെ ഈ ഒരു വർക്കിൽ, അതായത് ലൊക്കേഷൻ ഓഫ് കൾച്ചർ എന്ന വർക്കിൽ ഹൈബ്രിഡിറ്റി ഉണ്ടായിരുന്നു, ആംബിവാലൻസ് ഉണ്ടായിരുന്നു. ആൻഡ് അഗെയിൻ വാട്ട് എൽസ് വാസ് ദർ? മിമിക്രി. ഓക്കെ, ഹി ഓൾസോ ഡിസ്ക്രൈബ്സ് ദ ആംബിവാലന്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ colonized and colonizer. That is, when colonial discourse encourages the colonized subject to mimic the colonizer by adapting colonizers' cultural habits, assumptions, institutions and values that result in a crack in the colonial psyche. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് നിങ്ങളുടെ ഒരു സെക്കൻഡ്. സോ അതായത്